कि दिल्ली की भौगोलिक स्थिति एक बड़ी वजह है। दिल्ली की आकृति एक कटोरी की तरह है जो 3 तरफ से अरावली की पहाड़ियों से घिरी है। इसीलिए ആരവല്ലി ഹിൽസ് കാരണമാണ് ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കുറയാത്തതെന്ന് മെയിൻ സ്ട്രീം മീഡിയ നമ്മളോട് പറയുന്നു. ഇനി അവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടാലോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിലൊന്നാണ് ആരവല്ലി ഹിൽസ്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി ഡൽഹിയിൽ എത്തിച്ചേരുന്ന ആരവല്ലിക്ക് ഏകദേശം 692 കിലോമീറ്ററോളം നീളവുമുണ്ട്. വന്യജീവികളുടെ ആവാസ കേന്ദ്രവും ഒട്ടനവധി ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് ആരവല്ലി. താഴ്മരുഭൂമിയുടെ വ്യാപനം തടയുന്ന ഒരു സ്വാഭാവിക മതിലായും ഇത് പ്രവർത്തിക്കുന്നു. മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങി കോടികളുടെ മൂല്യമുള്ള നാച്ചുറൽ റിസോഴ്സസുകളുടെ കേന്ദ്രം കൂടിയാണ് ആരവല്ലി. ഇത് തന്നെയാണ് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യവും. 1975 മുതൽ നിയമപരമായും അല്ലാതെയും ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട്. ടോട്ടൽ ആരവല്ലിയുടെ ഏകദേശം 8% ഇതുവരെ ഖനനം ചെയ്ത് തീരുകയും ചെയ്തിട്ടുണ്ട്. തൽസ്ഥിതി തുടർന്നാൽ 2059 മുഴുവൻ മലനിരകളും വെട്ടിനിരത്തപ്പെടും. ഇതിനെ തുടർന്ന് 1992 അനധികൃത ഖനനം തടയുന്നതിനും ആരവല്ലിയെ സംരക്ഷിക്കുന്നതിനുമായി ദ ആരവല്ലി നോട്ടിഫിക്കേഷൻ, നാഷണൽ കൺസർവേഷൻ സോൺ എന്നിങ്ങനെ നിയമങ്ങൾ പാസാക്കി. എന്നാൽ നിലവിലെ ഈ നിയമം മാറ്റപ്പെട്ടു. കഴിഞ്ഞ നവംബറിലെ സുപ്രീം കോടതി വിധി പ്രകാരം 100 മീറ്ററിന് താഴെയുള്ള മലനിരകളെ ആരവല്ലിയുടെ ഭാഗമായി കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ ആകെയുള്ള 12,081 മലനിരകളിൽ 1048 മാത്രമാണ് 100 മീറ്ററിന് മുകളിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആകെയുള്ള മലനിരകളിൽ 92% ഖനനം ചെയ്യാമെന്നും അസംസ്കൃത ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കാമെന്നും വിധി പറയുന്നു. ആരവല്ലി ഇല്ലാതായാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് ചിന്തിച്ചേ. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ നിന്ന് വീശുന്ന മണൽക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സ്വാഭാവിക മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു. ഈ ആരവല്ലി ഇല്ലാതായാൽ മണൽക്കാറ്റ് നേരിട്ട് ഉത്തർപ്രദേശ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയും അവിടുത്തെ കൃഷിഭൂമി ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഇതിക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യങ്ങളുടെ നഷ്ടം, ജലക്ഷാമം, വായുമലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളുമുണ്ട്. So it is our responsibility to protect the Aravalli Hills